മാവേലിക്ക് ശേഷം നീയെയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി. ആഹാ, എന്റെ മൈഥിലി ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളല്ലോ. മൈഥിലിക്ക് ഈ നേരത്താണ് വന്നു കയറുന്നത്. സാറേ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. സാറിന് അറിയാലോ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത കാര്യം. അറിയാം സാറേ, അധികം ഓടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ ആ കാർ എടുത്തത്. എന്നിട്ട് ഞാൻ 4 കിലോമീറ്റർ എത്തിയില്ല, അതിന് മുന്നേ വണ്ടി നിന്നുപോയി. ഇപ്പൊ മനസ്സിലായില്ല അധികം ഓടാത്ത കാറാണെന്ന്. അധികം ഓടാത്ത കാറാന്ന് ഇപ്പൊ മനസ്സിലായില്ല മൈഥിലിക്ക്. അപ്പൊ എന്നെ പറ്റിച്ചതാണോ? പിന്നല്ലാണ്ട് അതാദ്യം മനസ്സിലാക്കണം. ഇതെന്താ സാറേ, ആളുകൾക്ക് ഭയങ്കര കുറവാണല്ലോ. അതാണ് ഞാനും ഇലക്ഷൻ ആയിട്ട് ആൾക്കാർ കുറവാന്ന് മനസ്സിലാവുന്നില്ല. എന്താന്നറിയോ, ജനങ്ങൾക്കൊക്കെ ബോധം വെച്ച്. ബോധം വെച്ചാ സാറേ, ഓരോ 5 വർഷം കൂടുമ്പം നമ്മൾ ഓരോ പാർട്ടിക്കാർക്കിട്ട് കുത്തും. ജയിച്ചു കഴിയുമ്പോ ഈ പാർട്ടിക്കാർ തിരിഞ്ഞ് നമുക്കിട്ട് കുത്തൂല്ലേ? അത് ജനങ്ങൾ മനസ്സിലാക്കി. സാറേ, ബാബുക്കുട്ട സ്ഥാനാർത്ഥി വരുന്നുണ്ട്. നമസ്കാരം സാറേ. അതെ, പോളിംഗ് എങ്ങനെ പോകുന്നു? ഭയങ്കര കുറവാ സാറേ. കഴിഞ്ഞ വർഷം ഇലക്ഷന് ഭയങ്കര പോളിംഗ് ആയിരുന്നു. അതെ, പക്ഷെ എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് ബോധം വെച്ചോണ്ട്. അല്ല, ജനങ്ങൾക്ക് ബോധമില്ല. ഇല്ലെങ്കിൽ സാറ് ജയിച്ചേനെ. സാറേ, സാറിനെ പറ്റി ചില ഗോസിപ്പുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നെ പറ്റി അങ്ങനൊന്നും കേൾക്കൂല. സാറേ, യൂട്യൂബിലൊക്കെ ഇപ്പൊ സ്ഥാനാർത്ഥിമാർക്ക് വെച്ച് അവരിങ്ങനെ വീക്ക്നെസ് അങ്ങനെ വീക്ക്നെസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയില്ല. എന്നാലും ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് എന്താണ് വീക്ക്നെസ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വീക്ക്നെസ് ഇല്ല. അല്ല, എന്നാലും മദ്യപിക്കോ? ഞാൻ മദ്യപിക്കില്ല. അതെ, സിഗരറ്റ് വലിക്കൂ? ജന്മത്തിൽ ഞാൻ വലിച്ചിട്ടില്ല. ഈ കർണടിക്കാൻ പോകില്ല. ബന്ധോ അങ്ങനെ ബന്ധമില്ല. പിന്നെന്താണ് സാറിന്റെ വീക്ക്നെസ്? വായ തുറന്ന നുണ പറയും. അത്ര എന്തുവാ സാറേ? അല്ല, കക്ഷത്തിലെന്താ? രോമം. ഇതെന്താണ് ചുരുട്ടി വെച്ചേക്കുന്നത്? അതെ, ഇപ്പൊ ഈ ഫ്ലെക്സിന്റെ കാലഘട്ടമല്ലോ. എല്ലാവരും ഫ്ലെക്സ് അടിച്ചിട്ട് ഒരു ജംഗ്ഷനിൽ വെക്കും. അപ്പൊ എന്റെ വാർഡിലെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നതാണ്. പ്രവർത്തനങ്ങളൊക്കെ കാഴ്ച വെച്ച് കഴിഞ്ഞാല് തുറന്നടാ. നല്ല ഫോട്ടോ. സ്വന്തം വീട്ടിലേക്കുള്ള റോഡ് പണിയാൻ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ച നേതാവ് ബാബുട്ടന് അഭിനന്ദനങ്ങൾ. സാർ എന്ത് മണ്ടത്തരി കാണിച്ചേക്കണത്? പഞ്ചായത്ത് ഫണ്ട് നിന്ന് പൈസ എടുത്ത് സാറിന്റെ വീട്ടിലേക്കുള്ള റോഡ് പണിത്. അയ്യോ, ഫ്ലക്സ് വെച്ചേക്കണത്. എന്റെ വീട് എന്റെ സ്വന്തം വാർഡിലല്ലേ? അതെ. എന്റെ വാർഡിലേക്കുള്ള എന്റെ വീട്ടിലേക്ക് റോഡ് എന്റെ വാർഡിലല്ലേ? അതെ. അതൊരു വികസനമല്ലേ? സംസാരിക്കരുത് കേട്ടോ സാറേ. അജയ സ്ഥാനാർത്ഥി വരുന്നുണ്ട്. മറ്റേ സ്ഥാനാർത്ഥിയോ? അങ്ങനെ വോട്ട് ചെയ്താ വോട്ട് ചെയ്യണം. ചിഹ്നം മറക്കരുത്. പാരാ. എന്താ പറഞ്ഞേ? അല്ല, പോളിംഗ് ഉണ്ടോ? കുഴപ്പമില്ലാതല്ലോ. ഓക്കെ അല്ലേ എല്ലാ കാര്യം? എടാ ബാബു, എന്റെ എതിർ സ്ഥാനാർത്ഥി ബാബു മോനെ. ബാബുക്കുട്ടാ, എന്തിനാടാ പിന്തിരിഞ്ഞ് നിൽക്കുന്നത്? നിന്റെ നിലപാടിന് ഞാൻ മുഖം കൊടുക്കൂലടാ. അതിന്റെ മൂല കാരണം എനിക്കറിയാം. ഒരു കൈനോട്ടക്കാരന്റെ കാര്യം വരുന്ന വഴിക്ക് ഒരു കൈനോട്ടക്കാരനെ കണ്ടു. ഒരു അണ്ണാച്ചിയല്ലേ? എന്റെ കൈ നോക്കിട്ട് എന്താ പറഞ്ഞെന്നറിയാം? ഭയങ്കര ദീർഘായുസം. കൈ നോക്കിട്ടല്ലേ പറഞ്ഞേ? അതെ അതെ. കയ്യിലിരിപ്പ് നോക്കിട്ടാണെങ്കിൽ ഒന്നും പറയാനില്ല. എടാ, എന്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എന്റെ മറ്റേ മുഖം കൂടെ നിനക്ക് കാണണം. എടാ, ഒന്ന് കാണണോടാ നിന്റെ മറ്റേ മുഖം. ഒന്ന് കാണണം. ഒന്ന് കാണട്ടെ. ഏതായാലും മറ്റേ മുഖം എപ്പോഴും പറയും മറ്റൊരു മുഖമുണ്ട് മറ്റൊരു മുഖമുണ്ട്. പക്ഷെ ഇതുവരെ കാണിച്ചിട്ടില്ല. എപ്പോഴും അത് കാണിക്കാൻ പറ്റില്ല. കാണിക്കാം. പക്ഷെ പിന്നെ കാണിക്കാൻ പറയരുത്. ഒന്നും വന്നിടാ ചെയ്യാം. എന്റെ അമ്മയാണ് മനസ്സിൽ തെറ്റൊരു കാര്യം പറയുന്നത്. ഈ മോഹം കണ്ടിന്യൂ ചെയ്തു. മറ്റേ മോഹം വൃത്തിയാണ്. കണ്ടിന്യൂ ചെയ്തു. അതെ, വോട്ട് ചെയ്തായിരുന്ന? 6 മണിക്ക് വന്ന് വോട്ട് ചെയ്തു. ആണ്. മോള് വോട്ട് ചെയ്തായിരുന്ന? ഇല്ല, ഞാൻ വന്നതേ ഉള്ളു. ചെയ്യാം. വോട്ട് ചെയ്യണം. ചിന്നമർക്കല് പാരാ. ഞങ്ങൾ തമ്മില് ഒരുമിച്ച് പഠിച്ചതാ. പിന്നെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടാ. അയ്യോ, പ്രായം കൂടുതൽ തോന്നുന്നുണ്ടാണ്. ഇല്ല, പ്രായമില്ല. അവക്കല്ല, നിങ്ങൾക്ക് പ്രായം കൂടുതൽ തോന്നുന്നുണ്ട്. അവൾ ചെറുതല്ലേ? അയ്യോ, സത്യം, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. അതെ.
എന്തെന്നറിയോ, ഞാൻ 1-ാം ക്ലാസ്സിൽ ചേർന്നപ്പം അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്, ഞാൻ 2-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്, പിന്നെ ഞാൻ 3-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്, അതല്ലല്ലോ ഇവിടെ സംസാരം. പിന്നെ ഞാൻ 4-ാം ക്ലാസ്സിൽ എത്തിയപ്പോ ദേ ഇരിക്കണം അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്, വേറെ ഇല്ലല്ലോ. 6-ാം ക്ലാസ്സിലെത്തി, 7-ാം ക്ലാസ്സിലെത്തിയപ്പോഴും ദേ ഇരിക്കണം അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്സിൽ തന്നെ. ആ, പക്ഷേ ഞാൻ 8-ാം ക്ലാസ്സിലെത്തിയപ്പം 8-ാം ക്ലാസ് എത്തിയപ്പോ അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്സിൽ. അവസാനം ഹെഡ് മാസ്റ്റർ കൈ തൊഴുതോണ്ട് അജയൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ റിട്ടയർഡ് ആയി പോകാൻ അധികം വർഷങ്ങളൊന്നുമില്ല, അതിന് മുന്നെങ്കിലും നിങ്ങളൊന്ന് 7-ാം ക്ലാസ് ജയിക്കും, അല്ലെങ്കിൽ TC മാറ്റി എങ്ങോട്ടെങ്കിലും പോവാൻ. അല്ല, എന്നിട്ട് അജയ് സാർ എന്താ ചെയ്തത്? TC വാങ്ങിച്ചോണ്ടങ്ങ് പോയി. ഇല്ലെങ്കിൽ പേര് മുളയ്ക്കും, അതുകൊണ്ടാണ്. അതാണ് നേതാവായത്. അതെ, അതെ, അതെ. കാര്യം മനസ്സിലായി. വിലക്കയറ്റം ഭയങ്കര പ്രശ്നമാണ്. സത്യം, എനിക്ക് അത് തന്നെ പറയാനുണ്ട്. നിങ്ങൾ ആരധികാരത്തിൽ വന്നാലും വിലക്കയറ്റത്തിനെതിരെ എന്തെങ്കിലും ചെയ്യണം. വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പൊ എന്തൊരു വിലയാ. വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ വേണ്ടി ഞാൻ രാപ്പകലില്ലാതെ സമരം ചെയ്യും. അയ്യോ, ഞങ്ങളെ പാർട്ടി എന്താ ചെയ്യുന്നറിയാമോ? എന്തായാലും വില കുറച്ചാൽ മതിയല്ലോ. ഞങ്ങൾ വിദേശത്ത് നിന്ന് വെളിച്ചെണ്ണ ഇറക്കും, എന്നിട്ട് വില അങ്ങ് കുറയ്ക്കും. അതിന് ഞാൻ അനുവദിക്കില്ല. അനുവദിക്കൂല. എന്ത്? പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന ഒരു ഇറക്കുമതി ഞാൻ അനുവദിക്കില്ല. അതാണ് ഞാൻ. തിന്നേ ഇല്ല, തീറ്റിക്കേ ഇല്ല. നീ ഒരു കാര്യം ചെയ്യടാ, ഈ പാവപ്പെട്ട കർഷകൻ കൊന്നുകളാ, അപ്പൊ തീർന്നല്ല വിഷയം. എന്തൊരു കഷ്ടമാന്ന് പറയാം. ഇങ്ങനെ പോയത് എന്താണിത്? നിന്റെ ഒക്കെ പാർട്ടിക്കാരുണ്ടാക്കി വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് എനിക്ക് സഹിക്കാൻ പറ്റാതായിട്ട് വന്നിരിക്കുകയാണ്. എന്താടാ അയ്യോ, ജയിലിൽ പോവല്ലേ പോവല്ലേ. അച്ഛൻ അച്ഛൻ അച്ഛൻ. അമ്മാവാ. ഹലോ അമ്മേ, അമ്മ അച്ഛൻ വന്നമ്മേ. അമ്മ പറയാറില്ലേ ഓരോ 5 വർഷം കൂടുമ്പോ അച്ഛൻ വോട്ട് ചെയ്യാൻ വരുമെന്ന്. അച്ഛൻ വന്നമ്മേ, അച്ഛൻ കാണണമെങ്കിൽ പെട്ടെന്ന് വാ, ഓടി വാ, ഓടി വാ. പോവല്ലേ അച്ഛൻ, പോവല്ലേ. ക്രിയ ചെയ്തിട്ടില്ല, എന്റെ അച്ഛനാ. ക്രിയ ചെയ്തിട്ടില്ല, മോക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആത്മാവ് പല രൂപത്തിലും ഭാവത്തിലും വരുന്നത്. മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ആലുവയിലോ തിരുവല്ലത്തോ പോയി ഇരുത്തണം. ഇരുത്തിയില്ലെങ്കിലേ ഓരോ വർഷം ഓരോരോ അച്ഛന്മാരെ വോട്ട് ചെയ്തോണ്ട് പോകും. നിങ്ങൾ എന്തൊക്കെ പൊട്ടത്തരീ പറയുന്നത്? അത് ആത്മാവോ പ്രേതോ അച്ഛനൊന്നല്ല, ഇവളുടെ അച്ഛന്റെ പേരിൽ കള്ള വോട്ട് ചെയ്യാൻ വന്ന ആളല്ലേ അത്. പിന്നെ ആ കള്ളന്മാര് കാര്യം പറഞ്ഞപ്പോൾ ആലോചിച്ചത്, കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറെ കള്ളന്മാർ ഇവിടെ നോമിനേഷൻ കൊടുത്തു. എല്ലാരും തോറ്റ്. പക്ഷെ ഒരു ഭീകരനെ ഒരു കള്ളനുണ്ടായല്ലോ, അവൻ മാത്രം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയി ഇവിടുന്ന്. അതെന്താണ് അങ്ങനെ വിജയിക്കാൻ കാരണം എനിക്കൊരു പിടിയിട്ടില്ല. അവന്റെ പ്രകടന പത്രിക നിങ്ങൾ കണ്ടായിരുന്ന? എന്നെ ജയിപ്പിച്ചാൽ അന്ന് ഈ പഞ്ചായത്തെ വിട്ടുപോകുന്നു. 5 വർഷം വന്നില്ല, കള്ളമില്ല, മോഷണമില്ല, ചതിയില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇവരെ രണ്ടാളും ജയിപ്പിച്ച് അവിടുന്ന് വിടാം. പിന്നെ ഇവിടെ നല്ല കണ്ടീഷൻ ആയിക്കോട്ടെ. അതൊക്കെ പോട്ടെ, എന്റെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടും ഞാൻ തോറ്റില്ലേ? അല്ല, നീ എന്താ എഴുതി വച്ചത്? അതായത് കാർഷിക ലോൺ എഴുതിത്തള്ളും, ഭവന വായ്പ എഴുതിത്തള്ളും, വിദ്യാഭ്യാസ ലോൺ എഴുതിത്തള്ളും. നീ പറയുന്നതെല്ലാം തള്ളാണെന്ന് ജനത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞ മനസ്സിലായ. എന്തൊരു കഷ്ടമാടാ. എടാ, നിനക്ക് അന്തസ്സോടെ ജീവിക്കണമെന്ന് നീ എന്റെ പാർട്ടി വാടാ. എന്തിനാടാ അഴിമതിക്ക് സ്കോപ്പുള്ള എന്റെ പാർട്ടി ഉള്ളപ്പോ എന്തിനാണോ എന്റെ പാർട്ടി വന്നത്? എന്താണ് വന്നത്? എന്താ പറഞ്ഞ നീ? അഴിമതിയുമില്ല, ഒരു കോപ്പുമില്ലാത്ത പാർട്ടിയാണ് എന്നിട്ട് ഞാൻ എന്തിനാടാ നിന്റെ പാർട്ടിയിൽ വരുന്നത് ചോദിച്ചത്. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞത്. നീ എന്തായാലും തോക്കോടാ, എങ്ങനെ പറഞ്ഞാലും. ഞാൻ തോക്കൂലടാ. ഞാനാണ് പറയുന്നത്, നീ തോക്കും. തോക്കൂലടാ. എന്താടാ?
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് നിർത്താമോ? നിർത്തി നിർത്തി. ആ എന്തായാലും നിങ്ങൾ രണ്ടുപേരും തോൽക്കാൻ പോണില്ല. പിന്നെ ആര് നോക്കും? നിങ്ങളെയൊക്കെ ജയിപ്പിച്ചു വിടുന്ന നമ്മളെ പോലെയുള്ള ജനങ്ങള് ദൈവം. അത് വാസ്തവം. മാവേലിക്ക് ശേഷം നീയുള്ളോരോ ആളോടെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്.